ഞാൻ നിങ്ങളെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. 2 ദിവസത്തിൽ 10 മിനിറ്റ് സമയം ബൈബിൾ വായിക്കാനോ ബൈബിൾ കേൾക്കാനോ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഏപ്രിൽ 1 മുതൽ ജൂൺ 8 വരെ 69 ദിവസങ്ങൾ 4 പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ഞാൻ മറ്റൊരു സസ്പെൻസ് നിങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. മീഡിയ കമ്മീഷൻ എപ്പാർക്കോ പാലയുടെ ഒരു ഇൻവൈറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടെ പോരും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫാദർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ വീഡിയോയിൽ കണ്ടിട്ട് ഒത്തിരി നാളായി എന്നറിയാം. മറ്റ് ചാനലിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ചാനലിൽ വീഡിയോയിൽ വരാൻ സാധിച്ചിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. 2 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കൂട്ടം ചെറുപ്പക്കാരുടെ ആഗ്രഹത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഫലമായി നമുക്കൊരു ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ചിലർക്ക് അറിയാവുന്നൊരു ആപ്ലിക്കേഷനാണ് ബൈബിൾ ഓൺ. 24x7 24 മണിക്കൂറും ബൈബിൾ ഓണാണ്. എടുത്ത് വായിക്കുകയോ എടുത്ത് കേൾക്കുകയോ ചെയ്താൽ മതി. ഒരുപാട് പ്രത്യേകതകളുള്ള അച്ഛൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബൈബിൾ ഓൺ. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത്? ആപ്പിൾ സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അച്ഛൻ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണിച്ച് ഇതിൻ്റെ സ്പെഷ്യാലിറ്റികൾ അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ എടുക്കുന്നു. ഞാൻ ആൻഡ്രോയിഡ് ഫോണിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. ആൻഡ്രോയിഡ് ഫോണിൽ ബൈബിൾ ഓൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. 44 MB വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബൈബിൾ ഓൺ. 4 പ്രത്യേകതകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞ് സമയം കളയുന്നില്ല. 4 പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ഞാൻ മറ്റൊരു സസ്പെൻസ് നിങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പിന്നീട് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഈ ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ തൊട്ട് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. ബൈബിൾ ഓൺ, അതാണ് കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ ഭാഷ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. നമ്മൾ മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളം ആദ്യം തന്നെ നമ്മൾ എടുക്കുകയാണ്. മലയാളം ആപ്ലിക്കേഷൻ എടുത്തു, മലയാളം ലാംഗ്വേജ് എടുത്തു, ഞാനത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ തന്നെ എനിക്കൊരു പഴയ നിയമം പുതിയ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ആദ്യമേ തന്നെ വന്നു. ഞാൻ ഒരു 4 പ്രത്യേകതകൾ ആദ്യമേ തന്നെ പറയാം. ഒന്നാമത്തെ പ്രത്യേകത, ഇതിന് ഓഡിയോ അവൈലബിൾ ആണ്. ഓഡിയോ എനിക്ക് പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്ത് എനിക്ക് യാത്രക്കിടയിൽ കേൾക്കാനായിട്ട് സാധിക്കും. അച്ഛനൊരു അനുഭവം പറയട്ടെ. എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഞാൻ സൈക്കിൾ ചവിട്ടാനായിട്ട് പോകുമ്പം ഞാൻ ഈ ആപ്ലിക്കേഷനിൽ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന സങ്കീർത്തനം 91, സങ്കീർത്തനം 121, മറ്റ് വചനങ്ങളൊക്കെ ചേർത്ത് ഞാനൊരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് സ്ഥിരമായി കേൾക്കും. വചനം കേൾക്കുന്നവരും വചനം വായിക്കുന്നവരായി തരിക. എങ്ങനെയാണത് ചെയ്യുന്നത്? ആദ്യമേ നമ്മൾ എടുക്കേണ്ടത്, ഇതിനകത്ത് നമുക്ക് വേണ്ട വചനം നമ്മൾ ആദ്യം എടുക്കണം. അപ്പം ഞാൻ അച്ഛൻ സങ്കീർത്തനം എന്നുള്ള വചനം എടുക്കുന്നു. സങ്കീർത്തനം 91 നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ 91 സങ്കീർത്തനം നമുക്കിവിടെ കാണാം. തൊട്ട് താഴെ ഒരു പ്ലേ ബട്ടൺ നമുക്ക് കാണുന്നുണ്ട്. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സങ്കീർത്തനങ്ങൾ 91 അധ്യായം. കർത്താവിന്റെ സംരക്ഷണം, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും. സങ്കീർത്തനം അവിടെ പ്ലേ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കിതിനെ പ്ലേ ലിസ്റ്റിലേക്ക്, പുതിയൊരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ തൊട്ട് സൈഡിൽ ഒരു ബട്ടൺ കാണുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള പ്രത്യേകതകൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ ലോഗിൻ ചെയ്താൽ മതി. അപ്പം ഞാൻ ആദ്യം ഒരു ഗൂഗിൾ ലോഗിൻ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ. അപ്പം ഞാൻ മീഡിയ കമ്മീഷൻ്റെ കോർഡിനേറ്ററോടെ ആയതുകൊണ്ട് മീഡിയ കമ്മീഷൻ്റെ ID ഞാൻ ഈ ലോഗിൻ ചെയ്തു. നിങ്ങളുടെ മെയിൽ ID ഏതുമാവട്ടെ, വളരെ സിമ്പിളായിട്ട് പാസ്വേഡ് ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആ മെയിൽ IDയുമായിട്ട് മാത്രം ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഞാനിതിനെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ചോദിക്കുന്നു ആഡ് ടു പ്ലേലിസ്റ്റ്. നിലവിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്യണം. ന്യൂ പ്ലേലിസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഞാനതിൻ്റെ എൻ്റർ നെയിം കൊടുക്കുകയാണ്. എൻ്റർ നെയിം കൊടുക്കുമ്പം നമ്മൾ ആ നെയിം ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ടൈപ്പ് ചെയ്യുകയാണ്. ഏർലി മോർണിംഗ് എന്നൊരു പ്ലേലിസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഏർലി മോർണിംഗ് പ്ലേലിസ്റ്റ് സേവ് ചെയ്തു. ഓക്കെ, അതിനകത്ത് നമ്മൾ ഈ 91 സങ്കീർത്തനം ഞാൻ ആഡ് ചെയ്തു. വളരെ സിമ്പിൾ. അപ്പോൾ എനിക്ക് ഇനി പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അങ്ങനെ എത്ര അധ്യായങ്ങളുണ്ടോ എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ കേൾക്കുമ്പോൾ, ഓഡിയോ കേൾക്കുമ്പം നമുക്ക് ആവർത്തിച്ച് കേൾക്കാനായിട്ട്
സാധിക്കും. സങ്കീർത്തനങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഓട്ടോ 91 പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്കിടാം. രാത്രി ഉറങ്ങാൻ പോകുമ്പം നമുക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ എടുത്ത് വെക്കുക, ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന അധ്യായങ്ങൾ എടുത്ത് വെക്കുക, എന്നിട്ടൊരു 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് 1 മണിക്കൂർ നിങ്ങൾക്ക് കേൾക്കാവുന്ന അടുത്ത് ഫോൺ വെച്ചിട്ട് നിങ്ങൾ വചനം കേൾക്കുക. നിങ്ങൾക്ക് ശാന്തമായി കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു എന്ന് സങ്കീർത്തനം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അടുത്തൊരു പ്രത്യേകത, നമുക്ക് ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ബുക്ക് മാർക്ക് എന്ന ഓപ്ഷൻ തീം വൈസ് ആയിട്ട് ഒരു തീമിൽ 10 വചനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്കിഷ്ടപ്പെട്ട വചനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്ന നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഞാനൊരു വചനം വെറുതെ ഒന്ന് ആഡ് ചെയ്യണം. പുതിയ നിയമത്തിൽ നിന്നും ലുക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ എനിക്ക് 52-ാമത്തെ വചനം നമുക്കിഷ്ടമാണ്. യേശു ജ്ഞാനത്തിനും പ്രായത്തിനും. ഞാനത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പം ബുക്ക് മാർക്ക് എന്നുള്ള ഓപ്ഷൻ സൈഡിൽ വന്നു. ഞാനത് ബുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് മാർക്കിൻ്റെ ലിസ്റ്റിൽ ഈ ഒരു വചനം അവിടെ വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ 2-ാമത്തെ പ്രത്യേകത. 3-ാമത്തെ പ്രത്യേകത, വിവിധ ഭാഷകൾ പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വചനം വായിക്കുന്നതിലൂടെ വിവിധ ഭാഷകൾ പഠിക്കാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. അതാണ് ഈ വചനം നൽകുന്ന 3-ാമത്തെ വലിയ പ്രത്യേകത. ഇനി ഞാൻ ഉദാഹരണം കാണിക്കാം. ലുക്കാസ് സുവിശേഷം 1-ാമത്തെ അധ്യായം നമുക്ക് മലയാളത്തിലൂടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, ഹിന്ദി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണോ, അതോ നിങ്ങൾ വേറൊരു സ്ഥലത്ത് അവിടുത്തെ ഭാഷ നിങ്ങൾക്ക് ഇവിടെ ഈ ആപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ അത് കേൾക്കാനും പഠിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. മുകളിൽ ഒരു ചെറിയൊരു നോട്ട് പോലെ കാണാം. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡറി ലാംഗ്വേജ് വേർഷൻ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഭാഷകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിനകത്ത് ആഡ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് NRSV എന്നുള്ള ഓപ്ഷൻ ഞാൻ അതിനകത്ത് കൺഫേം ചെയ്യുകയാണ്. കൺഫേം ചെയ്യുമ്പം ആഡ് ചെയ്യുന്നു. വെർട്ടിക്കൽ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കും. അതായത് വചനം മലയാളം, തൊട്ട് താഴെ ഇംഗ്ലീഷ്. എനേബിൾ പാരലൽ റീഡിങ് ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, തൊട്ട് താഴെ നിങ്ങൾക്ക് 1-ാമത്തെ വാക്യം മലയാളത്തിൽ, തൊട്ട് താഴെ ഇംഗ്ലീഷിലും കാണാം. അത് പ്ലേ ചെയ്യണമെങ്കിലും നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനത് പ്ലേ ചെയ്യാം. ലൂക്ക 1 ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാനത് പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പം ഇത് നിങ്ങൾ മലയാളത്തിൽ കേൾക്കുന്നു. 2 ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കേൾക്കാനായിട്ട് പറ്റും. അപ്പം ഇതാണ് എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു പ്രത്യേകത. നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, വിവിധ ഭാഷ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇനി എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തു. അടുത്തൊരു പ്രത്യേകത, ഇതിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനം, ലൂക്കായുടെ സുവിശേഷം ഒരുപാട് വചനങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അതിലൊരു വചനം ഞാൻ എടുത്ത് ഒരു ചിത്രം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു വചനം എടുക്കുകയാണ്. ആ വചനം 1 ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു, ഇന്ന് ജനിച്ചിരിക്കുന്നു. ആ വചനം ഞാൻ ലോങ് പ്രസ് ചെയ്യുമ്പം എനിക്കൊരു ഇമേജിലേക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് വന്നു. ഞാൻ ഇതിൽ നിന്നും എനിക്ക് കുറച്ച് കസ്റ്റമായിട്ടുള്ള കുറച്ച് സംഗതികളുണ്ട്. ഇതുകൂടാതെ എനിക്ക് മൈ അപ്ലോഡ്സിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇമേജുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആഡ് ചെയ്യുകയാണ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതിനകത്ത് പലതരത്തിലുള്ള ഫോർമാറ്റുകൾ, ഡിസൈൻ ഫോർമാറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമേജ് സേവ്ഡ് സക്സസ്ഫുള്ളി. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞു വെച്ചിരുന്ന പ്രത്യേകതകൾ. ഇനി 2-ാമത്തെ കാര്യം, ഈ വീഡിയോയുടെ 2-ാമത്തെ ഉദ്ദേശ്യം, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെട്ട് കഴിഞ്ഞ് നിങ്ങളെ സഹായിക്കാൻ ഈ ബൈബിളോൺ ഞങ്ങൾ കൂടെയുണ്ട്. ബൈബിൾ വായിക്കാൻ ഒരു ദിവസം 10 മിനിറ്റ് സമയം എങ്ങനെ നമുക്ക് ബൈബിൾ വായിക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ ഇതിനോട് തുടർന്ന് പറയുന്നത്. നമ്മൾ വചനാഭിഷേകം എന്ന് പറഞ്ഞാൽ 69 ദിവസത്തിൻ്റെ റീഡിംഗ് പ്ലാൻ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. 10 മിനിറ്റ് സമയം ഒരു ദിവസം മാറ്റി വെച്ചാൽ മതി. അപ്പം ഞാനൊരു താഴെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ട് സൈഡിൽ കാണുന്ന പോലെ, ഫോണിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഒരു ഇൻവൈറ്റ്സിലേക്ക് നിങ്ങൾ വരും. മീഡിയ കമ്മീഷൻ എപ്പാർക്കിയോ പാലയുടെ ഒരു ഇൻവൈറ്റ്സ് ഉണ്ട്. 3 മാസത്തെ 3 ചാപ്റ്റർ പെർ ഡേ 10 മിനിറ്റ് സമയം. ഞാൻ ആ ലിങ്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇതിനകത്ത് ആഡായി. മൈ പ്ലാൻസിൽ ഈ ആഡ് ചെയ്യപ്പെട്ട വചനാഭിഷേകം എന്ന് പറഞ്ഞ് കാര്യം കാണാനായിട്ട് സാധിക്കും. വചനാഭിഷേകം ഉണ്ടോ? വളരെ സിമ്പിളായിട്ട് ഏപ്രിൽ 1 മുതൽ നമ്മൾ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നു. ഏപ്രിൽ 1 മുതൽ ഒരു ദിവസം 3 അധ്യായങ്ങൾ വീതം. ഇപ്പം നമ്മൾ
ആദ്യത്തെ 19 ദിവസങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ബൈബിൾ ഭാഗങ്ങളും തുടർന്ന് നമ്മൾ ഹോളി വീക്കിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വായനകളുമായിരിക്കും. നമ്മൾ പന്തക്കുസ്ത തിരുനാളിന് 20-ാം തീയതി മുതൽ ജൂൺ 8 വരെയുള്ള ദിവസങ്ങളിലാണ് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള നമ്മൾ ആ ഒരു വചനാഭിഷേകത്തിൽ നിറയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്നത്. സുവിശേഷങ്ങൾ കൃത്യമായിട്ട് നമ്മൾ 4 വായിക്കും. ശേഷം പരിശുദ്ധാത്മാവിനെ പറ്റി ലേഖന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ വായിക്കും. പിന്നെ നമ്മൾ വെളിപാടിൻ്റെ ഏതാനും പുസ്തകങ്ങൾ വായിക്കും. അതാണ് നമ്മുടെ റീഡിംഗ് പ്ലാൻ. അപ്പം നിങ്ങൾ വളരെ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾ 1-ാം തീയതി മുതൽ നിങ്ങൾ വായിക്കുന്നു. നിങ്ങൾ ഏത് ദിവസമാണോ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ നിങ്ങൾക്കിത് വായിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിത് സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അന്നത്തെ ദിവസത്തിൻ്റെ ഒന്നുമെങ്കിൽ എനിക്ക് ഓഡിയോ കേൾക്കാനായിട്ടും ഇല്ലെങ്കിൽ ബൈബിൾ വായിക്കാനായിട്ടും സാധിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു കഴിയുമ്പം നിങ്ങളത് വായിച്ചു ഇല്ലയോ എന്ന് ഇവിടെ ടിക്ക് വരും. ഗ്രീനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വായിച്ചു എന്ന് പറയും. ഇപ്പം നിങ്ങൾ വായിച്ചിട്ടില്ല, പകുതി കേട്ടതുകൊണ്ടാണ് അവിടെ ഓറഞ്ച് വന്നത്. കൃത്യമായിട്ട് ബൈബിൾ വായിച്ചു കഴിയുമ്പം അവിടെ ഒരു ടിക്ക് വരും. അപ്പം നിങ്ങൾ ഏതൊക്കെ ദിവസം നിങ്ങൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലൂടെ 10 മിനിറ്റ് സമയം ബൈബിൾ വായിക്കുന്നതിലൂടെ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്കും നിങ്ങൾ വ്യാപരിക്കുന്ന മേഖലകളിലേക്കും അറിയാൻ ഇടവരുത്തും. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത്. ഈ പ്ലാൻ നിങ്ങൾ ഉപയോഗിക്കണം. അതുവഴി നമ്മുടെ രൂപത മാത്രമല്ല, എല്ലായിടത്തും വചനം വായിക്കപ്പെടട്ടെ, വചനം എല്ലാവരിലേക്കും അറിയപ്പെടട്ടെ. അങ്ങനെ വചനത്തിൻ്റെ അഭിഷേകം പെന്തക്കോസ്ത് തിരുനാൾ ഒരുക്കമായിട്ടുണ്ടാവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ആളുകൾ ബൈബിൾ വായിക്കട്ടെ, ബൈബിൾ കേൾക്കട്ടെ, വിശുദ്ധ ഗ്രന്ഥത്തോട് സ്നേഹമുണ്ടാകട്ടെ, വചനത്തിൻ്റെ അഭിഷേകമുണ്ടാകട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.